ഹായ്. ഹായ്. എന്താ കുട്ടിയുടെ പേര്? കാതറിൻ. ഓ, ഞാൻ ലാലി. ഓക്കെ. എപ്പോഴും ഇവിടെയാണോ വരാറ്? നാട്ടിലുള്ളപ്പോൾ. ഓ, നൈസ്. എന്ത് പറ്റി കാതറിൻ? കാറ് പാർക്ക് ചെയ്തതിന്റെ ബാക്കിൽ വേറൊരു കാറിട്ട് ബ്ലോക്കായി. ഇപ്പൊ വണ്ടി എടുക്കാൻ പറ്റുന്നില്ല. അയ്യോടാ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അപ്പൊ കാണാം. ഓക്കെ. അല്ലെങ്കിൽ കാതറിൻ കയറിക്കോളൂ, ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ വേണ്ട ചേച്ചി, ഞാനൊരു ടാക്സി വിളിച്ചോളാം. അല്ലെങ്കിൽ വേറെ കാർ അയക്കാൻ പറയും. അതിനൊക്കെ ഇനി കുറെ നേരം എടുക്കില്ലേ? കുട്ടി കയറിക്കോളൂ, വീൽ ഡ്രോപ്പ് ചെയ്യൂ. എന്റെ ബ്രദറാ. ഓ ഹായ്, ജോമോൻ. ഹായ്, ഐ എം കാതറിൻ. അയ്യോ, ഞാൻ മോക്ക് ബേബി ഫുഡ് വാങ്ങിക്കാൻ മറന്നുപോയി. നീ എന്നെ ഷാബാമോളിന്റെ അവിടെ ഒന്ന് വിട്ടേക്കോ. എന്നിട്ട് നീ കൊച്ചിനെ വിട്ടിട്ട് വന്നിട്ട് എന്നെ എടുത്താൽ മതി. ശരി ചേച്ചി. മോൾ വേണമെങ്കിൽ ഫ്രണ്ടിലേക്ക് ഇരുന്നോളൂ. വെറുതെ ജോമോനെ ഡ്രൈവറാക്കി കംപ്ലൈന്റ് വേണ്ടല്ലോ. ഓക്കെ. ശരി, ബൈ. ബൈ ബൈ. What's up? I think we have met before. പള്ളിയിൽ വെച്ചല്ലേ? ശ്രദ്ധിച്ചൊന്നും ഷുവറില്ലാത്തോണ്ടാ ഞാനൊന്നും പറയായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്യുന്നു? അങ്ങനെയൊന്നുമില്ല, MBA കഴിഞ്ഞു ഇരിക്കുന്നു. What about you? ഞങ്ങളുടെ ഫാമിലിയും ബിസിനസ്സിലാണ്. ഞാനിതുവരെ ഇൻവോൾവ് ആയിട്ടില്ല കേട്ടോ. പിന്നെ പോക്കറ്റ് മണിക്ക് കുറച്ച് ഇ-കൊമേഴ്സും സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെ ചെയ്തു തുടങ്ങി. കൊള്ളാലോ, ദാറ്റ്സ് നൈസ്. നിങ്ങളും ഇവിടുത്തെ വെൽ നോൺ ബിസിനസ് ഫാമിലി ആണല്ലോ. ആര് പറഞ്ഞു? ചേച്ചി പറഞ്ഞു. Anyway, nice to meet you. Nice to meet you too. Thank you so much. Welcome. Bye. Bye. ഓക്കെ, നൈസ്. അപ്പൊ ബാലോടാ, നമ്മുടെ അസോസിയേഷൻ മെമ്പേഴ്സിന്റെ ഫ്ലാറ്റുകളൊക്കെ ഒരേ ബ്ലോക്കിൽ തന്നെയാണ് കേട്ടോ. അതിനെന്താ പ്രയാസം? പിന്നെ അടുത്ത ആഴ്ച തന്നെ അക്കൗണ്ടിലേക്ക് അഡ്വാൻസ് മണി ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. ഓക്കെ. പിന്നെ വർക്കുകളൊക്കെ കൃത്യസമയത്ത് തന്നെ തീർക്കണം. എനിക്ക് അമേരിക്കയിലേക്ക് തിരിച്ചാലാണുള്ളതാ. അത് ഞങ്ങൾ ഏറ്റു. ഇത് ഞങ്ങളുടെ പ്രസ്റ്റീജ് പ്രോജക്റ്റ്. ഓക്കെ, ദെൻ സീ യു. ശരി ബാലോടാ, ബൈ. ഞാൻ കാരണം ഒറ്റയടിക്ക് 30 ഫ്ലാറ്റാ ബുക്കിംഗ് ആയത്. ഈ പ്രവാസി അസോസിയേഷനെ കൊണ്ട് വേറെ പ്രയോജനമൊന്നുമില്ലെങ്കിലും ഇങ്ങനെ ചില ഉപകാരങ്ങളുണ്ട്. പിന്നൊരു കാര്യം, എന്താ? വേണ്ട, അല്ലെങ്കിൽ തന്നെ അളിയന് 100 ടെൻഷനാ. ഞാൻ പറയില്ല. ഞാൻ പറയില്ല. പറയാനല്ലേ പറഞ്ഞത്? അല്ല, അളിയനല്ലേ ഇവരെയൊക്കെ കൊണ്ടുവന്നതിന് അളിയൻ എങ്ങനെയാ കമ്മീഷൻ കൊടുക്ക? അഥവാ കൊടുത്താൽ തന്നെ അളിയൻ വാങ്ങുന്നൊരു ടെൻഷൻ ഉണ്ടാവില്ലേ? സത്യം, ഈ ടെൻഷൻ കാരണം ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ കമ്മീഷൻ തന്ന അളിയൻ വാങ്ങുമല്ലോ. ആ ടെൻഷൻ മാറി. കമ്മീഷൻ വാങ്ങാത്തൊരു മുതല്. എന്താ പറഞ്ഞേ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. അപ്പനെ ജീൻസിനാ പോവാ? അതല്ല, ഈ കട ഞാൻ നിന്റെ പേരിൽ തുടങ്ങാൻ പോവാ. നിന്നെ ഇനി ഇങ്ങനെ കയറൂരി വിട്ടാ പറ്റില്ല. അപ്പൻ എന്റെ പേരിൽ എന്തെങ്കിലും തുടങ്ങുന്നതിന് മുമ്പ് എന്റെ താല്പര്യം കൂടെ നോക്കണ്ടേ? എന്താ നിനക്കൊരു താല്പര്യ കുറവ്? ഇതെന്താ ന്യൂ ജനറേഷൻ അല്ലേ? പിന്നെ നിനക്കൊരു സഹായത്തിന് ടെക്സ്റ്റൈൽസിൽ നിന്ന് ടോണിയെ ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതല്ല, എന്റെ എക്സാംസ്, അതിന് ചില പ്രിപ്പറേഷൻസ് ഒക്കെ ഞാൻ കുറെ കണ്ടതാ. ഇനി മതി. വേണമെങ്കിൽ പരീക്ഷ എഴുതാൻ കോയമ്പത്തൂരിൽ നിന്ന് പോയിട്ട് വന്നു. ബാക്കി പഠിത്തമൊക്കെ ഇവിടെ. എന്തേ? ഒന്നുമില്ല. ടോണിയേട്ടാ,
എന്തോ ഇവിടെ ഈ ലേഡീസ് ഐറ്റംസ് ഒന്നുമില്ലേ? ജെൻസ് മാത്രം മതി എന്നാണ് അപ്പം പറഞ്ഞിരിക്കുന്നത്. ചാർജ് ഞാൻ പുറത്തു കൊണ്ട് വരും. അല്ല, ഈ ചെറിയ കുട്ടികളുടെ ഐറ്റംസ് എങ്കിലും വെക്കായിരുന്നു. അതെ, ഈ ചെറിയ കുട്ടികളുടെ കൂടെ ചെറിയ അമ്മമാരും കയറി വരും. അപ്പൊ നിന്റെ ബിസിനസ്സിലെ കോൺസെൻട്രേഷൻ പോകും. തൽക്കാലം ജെൻസ് മതി. മതി. ഹായ്. ഹായ്. ഡബിൾസ് കളിക്കാം. ഷുവർ. മിക്സഡ് ഡബിൾസ്. ഓക്കെ. ജോമോന് ടെന്നീസിൽ ആരെയാ ഇഷ്ടം? ടെന്നീസില് ആരെയാ കൂടുതൽ ഇഷ്ടം? ഒറ്റ സെക്കൻഡ്. ഓക്കെ. ഷോപ്പിൽ നിന്ന് എന്തൊരു മെസ്സേജ്. സോറി, ഇടയ്ക്ക് ഇങ്ങനെ ബിസിനസ് കാര്യങ്ങൾ കയറി വരും. ഓ. ടെന്നീസിൽ എനിക്ക് മറിയ ഷറപ്പോവ, സാനിയ മിർസ, ബ്രിട്ടന്റെ ലോറ റോബ്സൺ, പിന്നെ റൊമേനിയയുടെ സൊറാന ക്രിസ്റ്റി, റഷ്യയുടെ മറിയ കെർലിങ്കോ, ഇവരൊക്കെ നല്ല. ഈ ടെന്നീസ് കളിക്കുന്ന സകല പെമ്പിള്ളേരും ശരിക്കും ഹോട്ടാട്ടോ. പക്ഷെ അവരാരെങ്കിലും എന്നെ ഇതുപോലെ ഒരു കാപ്പിക്ക് ക്ഷണിച്ചിരുന്നെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു. ഓഹോ. സത്യം. പക്ഷെ കാതറിന് ഇപ്പോൾ ഒരു കാപ്പി കുടിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്താ പറ്റിയെന്ന് എത്ര ആലോചിച്ചോട്ട് പിടിയും കിട്ടുന്നില്ല. ഞാനൊരു കാര്യം പറഞ്ഞാൽ കാതറിന് വിഷമാവും. എന്താ? അല്ലെങ്കിൽ വേണ്ട, വിഷമാവും. ഹേയ് കം ഓൺ, എന്താന്ന് പറയൂ. വേണ്ട, പ്ലീസ് പറയൂന്നേ. വേറൊന്നുമല്ല, യു ആർ സോ സുന്ദരി. കണ്ടില്ലേ, ഇതാ ഞാൻ പറഞ്ഞ കുട്ടിക്ക് വിഷമാവും. സോറി, വെരി സോറി. ഞാൻ വെറുതെ ഒരു നുണ പറഞ്ഞതല്ലേ, കാര്യമാക്കണ്ട. അത്രയ്ക്ക് സുന്ദരിയൊന്നും അല്ല. Happy birthday to you. Happy birthday to you. Happy birthday, Appa. Happy birthday to you. നോയലെ വാ വാ. അങ്കിളെ 90, 91, 92, 93. നീ 93. എന്തായി ചെയ്യുന്നത്? അല്ല, അപ്പൻ എത്ര വയസ്സാന്നുണ്ടായിരുന്നു? നീ എങ്ങനെ എണ്ണണ്ട? ഇവൻ എന്തേ കാണിക്കുന്നേ? ഗുസ്തിക്ക് പോവാന്നാ തോന്നണേ. നീ അതെടുത്ത മതി, റെഡി. സിമ്പിൾ. ഓക്കെ, സിനിമ പേരാണ്. ഏയ്, പേര് മനസ്സിലായല്ലോ. ഇനി അത് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണം. ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല, ചുണ്ടനക്കാൻ പാടില്ല. ഒള്ളിയാക്കി ടാലൻസ് പോരട്ടെ. നീ നീയല്ലേ? താൻ തോന്നി. ഓ യു ഓ കൂതറ. ഇത് ഗ്രൂപ്പ് കളിയാണ്. ഗ്രൂപ്പ് കളിക്ക് ഞാനില്ല. വെറുതെ എല്ലാവരും കൂടെ നല്ലൊരു ദിവസമായിട്ട് അവനെ വിഷമിപ്പിക്കാതെ. അങ്ങനെ പറഞ്ഞു കൊടുക്ക് ചേച്ചി. അവരൊരു സത്യം പറഞ്ഞു വെച്ചാൽ നീ വിഷമിക്കണ്ട. പോടാ. രണ്ട് വാക്ക്. മിസ്റ്റർ ഫ്രോഡ്, ഞാൻ പറയാം. മുടിയനായ പുത്രൻ. എല്ലാരും കൂടെ കളിച്ചാൽ മോനെ. ഈ ചെറുക്കന്റെ ഒരു കാര്യം, റെഡിമെയ്ഡ് കട തുടങ്ങിയതിന് ശേഷം കുറച്ചൊക്കെ ഉത്തരവാദിത്തമായെന്ന് തോന്നുന്നു. അവന്റെ കാര്യത്തിൽ ഇനി ആരും വേവലാതിപ്പെടണ്ട. അവനായിരിക്കും ഈ കുടുംബത്തിലേക്ക് ഭാഗ്യം കൊണ്ടുവരാൻ പോകുന്നത്. അതല്ല, അവ വല്ല ഓണം ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ടാ? അതല്ലടോ,
അവൻ ഒരു പുളിങ്കൊമ്പി കയറി പിടിച്ചിട്ടുണ്ട്. അളിയൻ അറിഞ്ഞോ ആവോ? ഇങ്ങനെയൊക്കെ പറയുന്ന കേട്ടു, നേരാണോ? പിന്നല്ലാണ്ട് ഞങ്ങളിൽ ചിലര് അണിയറ ശില്പികളായിട്ട് ഒരു കളി കളിക്കുന്നുണ്ട്. ഏതായാലും സംഗതി റെയിൽമ കയറിയിട്ടുണ്ട്. ഇനിയൊക്കെ നമ്മുടെ യോഗഭാഗ്യം. ഏതായാലും എന്റെ മക്കൾക്ക് അപ്പനോട് സ്നേഹമുണ്ടെന്ന് മനസ്സിലായി. ഇന്നത്തെ ഈ പാർട്ടി മുഴുവൻ മക്കടെ വകയാ. എല്ലാത്തിനും കാശി ചോദിക്കുന്ന പോലെ ഇതിനൊരൊറ്റ പൈസ എന്നോട് ചോദിച്ചിട്ടില്ല. ഇപ്രാവശ്യം ഞാൻ ഇറക്കും മക്കളെ. നോക്കി കളിക്കണേ. ഞാനും വെട്ടും. അതെ, അപ്പന്റെ ബർത്ത്ഡേ പാർട്ടിയുടെ കാശ് മൊത്തം ചെലവാക്കിയ ഞാനാട്ടാ. അതിന് നീ കൃത്യമായിട്ട് കണക്ക് വെച്ചിട്ടുണ്ടാവല്ലോ. കൃത്യമായി കണക്ക് വെച്ചിട്ടുണ്ട്. ഇത്തവണ റെഡിമെയ്ഡ് ഷോപ്പ് ഇട്ട സ്ഥിതിക്ക് ജോമോന് ഷെയർ ഇടും. തൃശ്ശൂർ നസ്രാണികൾ പറയപ്പിക്കില്ലേ ചേച്ചി? ചിലവ് എത്ര വെച്ചാൽ പറ, ഞാൻ മൊത്തം കിട്ടേക്കാം. എന്റെ മോനെ അപ്പനെ അങ്ങനെ മൊത്തത്തിൽ സ്നേഹിക്കണ്ട. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ എല്ലാരും കൂടെ അനുഭവിക്കണം. നീ കുറെ ഒറ്റയ്ക്ക് പൊട്ടിക്കുന്നുണ്ട്. അത് കറക്റ്റ് ആട്ടാ. അതുകൊണ്ട് നീ ഷെയർ ഇട്ടാൽ മാത്രം മതി. ഇറക്കിയോ? ഇനി ഇത് അപ്പന്റെ ചെവിയിൽ എത്തിച്ച കൊല്ലു ഞാൻ. കൊല്ലും. വാ. രാവുണ്ണി, ജോമോന്റെ കട ക്ലിക്കായി കേട്ടോ. കണ്ടില്ലേ തിരക്ക്? ആ കുറച്ചുകൂടി നേരത്തെ ചെയ്യണ്ടായിരുന്നു കേട്ടോ അതൊക്കെ. വാ, ഒന്ന് ഇറങ്ങി നോക്കാം. ഒരു ഷർട്ടും എടുക്കാം. അവനൊരു പ്രോത്സാഹനമാണ്. ശരി. ആ അപ്പൊ ഓക്കെ. ആ, ഇത് പാക്ക് ചെയ്തു. രാവുണ്ണി ഒരു ഷർട്ട് എടുത്തോളൂ. എനിക്ക് റെഡിമെയ്ഡ് ഒന്നും പറ്റണ. അപ്പൊ അടുത്ത ആഴ്ച രണ്ടുപേരും വരിക, അച്ഛനും അമ്മയായിട്ടും വരിക. ശരി, താങ്ക് യു. അത് 6114. ടോണി, ഇതിന്റെ ബില്ലിങ് തന്നെ ഇപ്പൊ തന്നെ പേ ചെയ്തേക്കാം. മകനായാലും അപ്പനായാലും കണക്ക് കണക്കായിരിക്കണം. അയ്യോ സാർ ഇതിന് പേ ചെയ്യണ്ട. ഇത് സാറിന് എന്റെ വക ഒരു സമ്മാനമായിട്ടിരിക്കട്ടെ. അതെന്തിനാ ടോണി നിന്റെ വക? അല്ല, ഞാൻ കുറച്ചാൾ സാറിനോട് ജോലി ചെയ്തല്ലേ, അതുകൊണ്ട്. ജോമോനോടെ? ജോമോൻ ഇപ്പൊ വരാറില്ല. വരാറില്ലേ? ഒരു 15 ദിവസം മുമ്പ് ജോമോൻ ഈ കട എനിക്ക് വിറ്റു. നിനക്ക് വിക്കേ? എത്രക്കാ കച്ചവടം? 40 ലക്ഷം. 40 ലക്ഷത്തിനോ? കട തുടങ്ങാൻ 70 ലക്ഷത്തോളം ചെലവായത് നിനക്കറിയായിരുന്നില്ലേ ടോണി? 8 കൊല്ലം മുമ്പ് നീ എന്റെ മുന്നിൽ വന്ന് നിന്നപ്പോ നിന്റെ മുഖത്തൊരു സത്യം ഉണ്ടായിരുന്നു. അത് കണ്ടിട്ടാ നിന്നെ ഞാൻ ജോലിക്കെടുത്തത്. പക്ഷെ ഇപ്പോ അത് ജോമോൻ. കടയിൽ വരുന്ന കസ്റ്റമേഴ്സ് മുഖത്തേക്ക് നോക്കുമ്പോൾ നീ ഇങ്ങനെ പതറി നിൽക്കരുത് ടോണി. അവരുടെ വിശ്വാസം പോവും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്തായാലും നീ മിടുക്കന. നിന്റെ കച്ചവടം നന്നാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. സർ നന്ദില്ലാത്ത തന്നെ. നിർത്ത്. സ്റ്റോപ്പ്. പാടം നികത്തി കൺസ്ട്രക്ഷൻ നടത്തിയതിന് ഹൈക്കോടതി സ്റ്റേ ഓർഡറാ. കേന്ദ്ര പരിസ്ഥിതി വകുപ്പിന്റെ ക്ലിയറൻസ് വാങ്ങിയിട്ടില്ല. അതിപ്പോ നമുക്ക് നമ്മളെ വർക്കുകളൊക്കെ തൽക്കാലം ചെക്കായിരുന്നല്ലേ ഉള്ളൂ. നമുക്ക് മേൽക്കോടതി പോന്നേ. അതൊന്നും പെട്ടെന്ന് നടക്കില്ല. വേണ്ട, പെട്ടെന്ന് നടക്കണ്ട, സാവധാനം നടക്കുമല്ലോ. അതുവരെ നമുക്ക് നമ്മളെ മറ്റുള്ള ബിസിനസ്സിലായിട്ടാണ് മുന്നോട്ട് പോവാം. അല്ലാണ്ടെന്താ? കൺസ്ട്രക്ഷൻ നിന്നുപോയതിലല്ല എൻ്റെ ടെൻഷൻ. പിന്നെ അന്ന് ഡേവിഡിൻ്റെ ആ സ്ഥലം 15 ഏക്കർ കൂടി പെട്ടെന്ന് വാങ്ങേണ്ടി വന്നപ്പോൾ ഞാൻ ആ സ്വാമിയുടെ നിന്ന് കുറച്ച് കാശ് മറിച്ചിരുന്നു. അന്ന് സ്വാമി സഹായിച്ചു എന്ന് നീ എന്നോട് പറഞ്ഞിരുന്നു. സ്വാമി വെറുതെ സഹായിക്കൂ രാവുണ്ണി. പിന്നെ സ്വാമി പലിശയുടെ ആളാന്ന് എനിക്കറിയാം. പക്ഷെ പ്രോജക്റ്റിന്റെ പകുതിയിൽ കൂടുതൽ അഡ്വാൻസായി വിറ്റുപോയപ്പോൾ നീ പറയുന്ന എൻ്റെ ആ കോൺഫിഡൻസ് കുറച്ചധികം കൂടിപ്പോയി. ചെറിയൊരു സമയത്തേക്കുള്ള റോളിംഗ് അല്ലേ എന്ന് കരുതി സ്വാമി ചോദിച്ച കൊളാറ്ററൽ സെക്യൂരിറ്റി എല്ലാം രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടാ സ്വാമി എനിക്ക് കാശ് തന്നു. ടെക്സ്റ്റൈൽസും ട്രാൻസ്പോർട്ട് കമ്പനിയും മറ്റു സ്ഥലങ്ങളും എന്തിന്, ഇരിക്കുന്ന വീടും കാറും അടക്കം എല്ലാം ഇപ്പൊ സ്വാമിയുടെ പേരില്ല. നീ എന്ത് പോക്കിട്ടറി കാണിച്ചു പിടിച്ചിട്ടേ? ഇതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോ എന്നോടെങ്കിലും വാക്ക് ചോദിക്കാറില്ല എനിക്ക് അല്ലേ? നീ ഒരിക്കലും സമ്മതിക്കില്ലെന്നറിയായിരുന്നു. മക്കളോട് പോലും ഞാൻ ആലോചിച്ചില്ല. പറഞ്ഞത് എവിടെ
കാര്യങ്ങളൊക്കെ എനിക്കറിയാം. മനസ്സിലാക്ക്. എന്താണ് എന്തിനാ സാറേ വിൻസെന്റ് കൊണ്ടോണ്? ഫ്ലാറ്റ് കൊടുക്കാന്ന് പറഞ്ഞ് പണം വാങ്ങി ആളെ പറ്റിച്ച് ആക്ഷൻ എടുക്കട്ടെ. അതിന് അതിന്റെ ഉടമസ്ഥന്റെ പേരിലല്ലേ ആക്ഷൻ എടുക്കുന്നുണ്ട്. ഞാൻ രാവുണ്ണി, ചെറുപറമ്പിൽ മാധവൻ മകൻ രാവുണ്ണി. ആ സ്ഥലം എന്റെ പേരില. ഞാൻ ആ പ്രൊജക്ടിന്റെ ഉടമസ്ഥൻ. ഓ ഈ അതിന്റെ കടലാസൊക്കെ ഒന്ന് സാറിന്റെ അടുത്ത് കാണിച്ചു കൊടുത്തേ. വാ സാർ. രാവുണ്ണി, നീ ധൈര്യമായിട്ടിരിക്കട. ഞാനകത്തായാലെന്താ, നീ പുറത്തു തന്നെ ഉണ്ടാവണം. നല്ല കാര്യങ്ങളൊക്കെ നടക്കും. ധൈര്യമായിട്ടിരിക്കും. പോവാ. ആരാ? വിൻസെന്റ് സാറിന് എന്നെ മനസ്സിലായില്ലേ? ഞാൻ സ്വാമിയുടെ മാനേജരാ. ഓ വീടൊഴിയാൻ സാറിന് ഒരാഴ്ചയെങ്കിലും സമയം തരണമെന്ന് സ്വാമി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വൈകാതെ തന്നെ ഒഴിഞ്ഞോളാമെന്ന് സ്വാമിയോട് പറഞ്ഞോളൂ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ ആ. വാ ഇങ്ങോട്ട്. വാടാ. അപ്പ ഇത്രയും വലിയ കളി കളിക്കുമ്പോ അപ്പൻ ഈ വീടെങ്കിലും ഒഴിവാക്കിക്കൂടായിരുന്നോ? എല്ലാം അപ്പന്റെ ആർത്തി കൊണ്ട് സംഭവിച്ചതാ. ഇനിയിപ്പോ എല്ലാരും കൂടെ അനുഭവിക്കാം, അല്ലാണ്ടെന്താ? ആൽഫി, ആൽഫി, നീ പരീക്ഷ എഴുതാൻ പോയെന്നറിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു? ഇത്തവണയെങ്കിലും പാസ്സാവോ? എല്ലാവരോടും ഞാൻ പൊക്കൊള്ളാൻ പറഞ്ഞു. വീടൊഴിഞ്ഞു കൊടുക്കുമ്പം വെറുതെ ഒരു സീനാവും. അപ്പാ ഞാനപ്പുറം കൊണ്ടുപോകുന്ന കൊണ്ടുപോവുക? എങ്ങോട്ട്? ഞാൻ എങ്ങോട്ടേക്കുമില്ല. വിൻസെന്റ് പൊട്ടി പാളിസ എന്നുള്ള നേര, പക്ഷെ ഞാൻ ഫേസ് ചെയ്യും, തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അല്ലാതെ ഒളിച്ചോടി പോണമെന്നാണോ നീ പറയുന്നത്? അപ്പൊ രാവണി ഞങ്ങൾ അപ്പന്റെ ബിനാമിയാണെന്നും അപ്പന് വേണ്ടിയാ ജയിലിൽ പോയെന്ന് എല്ലാവർക്കും അറിയാം. അതോടെ എല്ലാം അവസാനിക്കൂ. ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരോട് പറയാൻ നമുക്കിപ്പോ മറുപടി ഒന്നുമില്ല. ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്കത് നല്ല ബോധ്യമുണ്ട്. അതെനിക്കും അപ്പനും മാത്രം മനസ്സിലാവും. വയലന്റ് ആയി വരുന്ന ആൾക്കാർ മുമ്പിൽ ഉത്തരം മുട്ടി നിന്നു കൊടുക്കാൻ ഞാൻ അപ്പനെ വിടില്ല. തൽക്കാലം ഇവിടെ നിൽക്കണ്ട, ബാക്കിയൊക്കെ പിന്നെ. അപ്പൊ ഞാൻ പറയുന്നത്
ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഉണരും മുമ്പ് വിളിക്കരുതെന്ന് ജോമൻ പറഞ്ഞിരുന്നു. അവനെവിടെ? പുറത്തേക്ക് പോയി. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സാറ് ഫ്രഷ് ആയിക്കോളൂ, എന്നിട്ട് ജോമൻ്റെ അടുത്തേക്ക് പോവാം. അപ്പം വാ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് അക്ക. മോർണിംഗ്. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. അപ്പം നീ കസേരയിലോട്ട് നിരുന്നേ. ഇരിക്കപ്പാ. ഈ മുസ്താഖ് ഞാൻ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. ഇവനീ കാണുന്ന പോലെ ഒന്നുമല്ല. ടെക്സ്റ്റൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് MBA എടുത്തിട്ടുള്ള ആളാ. MBA ശരിക്കും പാസ്സായിരുന്നു കേട്ടോ. ഇപ്പം തിരുപ്പൂരിൽ ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് ബിസിനസ്സാണ്. അന്നാ ബൈക്കും കടയും വിറ്റ കാശുകൊണ്ട് ഞാൻ ഇങ്ങോട്ടാണ് വന്നത്. അതിവിടെ ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ ഈ കമ്പനിയിൽ പാർട്ട്ണറായി. TV-യിലും പത്രങ്ങളിലുമൊക്കെ പലതരം ദുരന്തങ്ങളുടെ വാർത്ത കാണുമ്പോൾ നമ്മൾ ദൈവത്തെ ശപിക്കും. ഭൂകമ്പങ്ങൾ, യുദ്ധങ്ങൾ, സുനാമി, എത്ര ആളുകൾ മരിച്ചു വീഴുന്നു. ഒരു ഭൂപ്രദേശം തന്നെ ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാവും. പക്ഷേ വീണ്ടും തുടങ്ങാൻ വേണ്ടി ഒരു പുൽക്കൊടി അങ്ങേര് ബാക്കി വെച്ചിട്ടുണ്ടാവും, അല്ലേടാ? മുഷ്താഖെ, ഞാനിവിടെ ഇരുന്നൊരു സിഗരറ്റ് വലിച്ചോട്ടെ? അയ്യോ, അതിനെന്താ? നമുക്കിനി എല്ലാം ശരിയാക്കണം അപ്പ. ഇൻവെസ്റ്റ് ചെയ്തെങ്കിലും ഞാൻ ഇങ്ങോട്ടൊന്നും വരാറില്ല. അപ്പൻ്റെ ജോമോൻ ഇനി മുടിയനായ പുത്രനായിരിക്കില്ല. നാളെ മുതൽ ഞാൻ കൃത്യമായ കമ്പനിയിൽ വരും, ഇവനൊരു സഹായമായിട്ട്. അല്ലാണ്ട് മുസ്താഖെ? അതെ അതെ. അപ്പോൾ എനിക്കൊന്ന് റിലാക്സ് ചെയ്യാലോ. അപ്പൊ ഞാൻ ഇറങ്ങാണേ. നിക്ക്. ഇതെന്ത്? ഇനി മുതൽ ഹോട്ടൽ ഫുഡ് വേണ്ട. ഞാൻ എന്തായാലും ഇവിടെ വെറുതെ ഇരിക്കാന്നല്ലോ. ഇനി മുതൽ എന്നും ഹോട്ടലിൽ നിന്ന് കഴിക്കേണ്ടി വരുമെന്ന് ഇന്നറിയും. നീ ആദ്യം കഴിച്ചു നോക്ക്. ശരി അപ്പ. ബൈ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. മെയിലെല്ലാം അണിച്ചല്ലേ സാർ? ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഞാൻ അകത്തുണ്ടോ? ക്ലയൻസ് ഒരുപാട് പേരുണ്ടല്ലോ പറയട്ടെ. എല്ലാവരും ഓർഡർ തരാൻ വന്നായിരിക്കും അല്ലേ? അവർ നമ്മുടെ ക്ലയൻ്റ് അല്ല സാർ, നമ്മൾ അവരെ ക്ലയൻറ്റാ. ഞാൻ വിളിക്കാം, സാറ് തന്നെ സംസാരിക്കും. சார், நான் அட்லஸ் டூர்ஸ் அண்ட் ட்ராவல்ஸ் கம்பெனி மேனேஜர். முஸ்டாக் சார் ட்ராவல் பண்ண டோட்டல் டியூ 12 லட்சம் ஆயிடுச்சு சார். ஹாய் சார், நான் சுந்தரம் கார் ஃபினான்ஸ் மேனேஜர் சார். 3 மாசமா எங்களுக்கு இன்ஸ்டால்மெண்ட்ஸ் வரவே இல்லை சார். மெட்டீரியல் சப்ளை செஞ்சதில் உங்கள் கம்பெனியில் கொடுத்த செக் எல்லாம் பவுன்ஸ் ஆகிடுச்சு சார். சார், நான் என் பார்ட்னர்கிட்ட பேசி அடுத்த வாரத்துக்குள்ளே எல்லாம் செட்டில் பண்ணுறேன் சார். இப்போ நீங்கள் கொஞ்சம் போயிட்டு வாங்க. ഓർഡർ എടുക്കാനാണെന്ന് പറഞ്ഞ് എപ്പോഴും വേൾഡ് ടൂറാണ് സാർ. ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യും, സ്റ്റാർ ഹോട്ടലിൽ താമസിക്കും, വില കൂടെ കാറേ ഓടിക്കും. കമ്പനിയുടെ റിയൽ സിറ്റുവേഷനായി മാച്ച് ചെയ്യാത്ത ഇമാജിനറി വേൾഡാണ് പുള്ളിയുടെ ലൈഫ്. മൂപ്പരായിട്ട് കൊണ്ടുവന്ന കാശ് മുഴുവൻ പൊടിച്ചു കളഞ്ഞു. അപ്പോഴാ കുറേ കാശും കൊണ്ട് സാറിൻ്റെ വരവ്. ഐ ആം വെരി സോറി ടു സേ ദിസ് ഈസ് എ സിങ്കിങ് ഷിപ്പ്. ഈ കമ്പനിയിൽ നിന്ന് എൻ്റെ ലാസ്റ്റ് ഡേ ആണ് സാർ. എൻ്റെ കുട്ടികളൊക്കെ പഠിക്കുക, മുന്നോട്ട് പോകണമെങ്കിൽ വേറെ ജോലി നോക്കിയേ പറ്റൂ. സാറൊരു പാവാൻ തോന്നിയോണ്ട് ഒന്ന് പറഞ്ഞിട്ട് പോവാന്ന് കരുതി.